ഒക്കെ പറഞ്ഞതുപോലെ ഇടപെടൽ വേണമെന്ന് പറയുമ്പോൾ എന്താണ് പോരായ്മ? ഈ ക്യാമ്പുകളിൽ നിങ്ങൾ എത്തി വളരെ പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നതാണ്. സൗകര്യങ്ങളൊക്കെ ഈ ക്യാമ്പിലൂടെ വെളിച്ചം പോലും ഇല്ല. വെളിച്ചവും ഇല്ല, യാതൊന്നും ഇല്ല. ഞങ്ങൾ ആകെപ്പാടെ അനാഥയായിട്ട് നടക്കും. ഒരു ഗുളിയൊക്കെ എത്ര നേരം നിന്നത്? ഏതാണ്ട് ഈ ഒരു ഗുളിയാ തന്നത്. ക്യാമ്പിലേക്ക് നിങ്ങളെ മാറ്റുന്നല്ലാതെ സൗകര്യങ്ങളൊന്നും എന്തോ സൗകര്യങ്ങളാണ്, എന്തുവാ, എന്തിനാ ഇത്? എന്തോ ഈ ഗവൺമെന്റ് ഞങ്ങൾ ഉണ്ടായിട്ടല്ലേ ഇവര് കയറി പോകുന്നു. ഇനി ഞങ്ങൾ കണ്ടോളാം. ഇതിനെക്കാട്ടി എന്ത് ഡീസന്റ് ആയിരുന്നു വിജയൻ. അല്ല, ഈ അമ്മാമ്മൻ്റെ വർത്തമാനം കേട്ട വിചാരിക്കും ഇപ്പം പ്രളയമേഖലയായിട്ട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ജനങ്ങളെ മാറ്റുമ്പം അതിനൊന്നിച്ചെന്നെ പിണറായി വിജയൻ, മുന്നേത്തെ നമ്മളെ മുഖ്യമന്ത്രി, വന്ന് കൂട്ടിയിരുന്നിന്. ഇപ്പോഴത്തെ മന്ത്രി കൂട്ടിയിരിക്കാത്തത് കൊണ്ട് പിണറായി വിജയനാണ് നല്ലത് എന്നാണ് പറഞ്ഞത്. ഈ മന്ത്രിമാർ ആരും നല്ലല്ല, ആരും ഒരു പക്ഷവും ചേരണ്ട. എല്ലാവരും അതാത് സ്ഥാനക്കയറ്റത്തിലേക്ക് എത്തുമ്പം എല്ലാവരും തരം മാറും. അങ്ങനെ എല്ലാവരും മാറിയിട്ടുള്ളൂ. അതുകൊണ്ട് പിണറായിയാണ് നല്ലത്. വി.ഡി. സതീശൻ മോശമെന്നൊന്നും ഒരാളും പറയണ്ട, എല്ലാവരും കണക്കന്നെ. പിന്നെ അമ്മാമ്മ ഒന്നുകൂടെ പറയുന്നത്, നമ്മളൊക്കെ വിചാരിച്ചിട്ടല്ലേ അവരവിടെ എത്തിന്. നിങ്ങളൊരാൾ വിചാരിച്ചിട്ടല്ലല്ലോ. ഇതുപോലെ ലോകത്തിലെല്ലാവരും വിചാരിച്ചിട്ട് തന്നെയാണ് എല്ലാ മന്ത്രിമാരും മന്ത്രി കസേരയിൽ കയറിയിട്ട്. ഇനി എന്ത് നിങ്ങളാക്കാനവരാ? പിന്നെ ഈ പ്രളയം കാര്യങ്ങളൊക്കെ ഈ മന്ത്രിമാരൊന്നും തരുന്ന സമ്മാനങ്ങളൊന്നുമല്ല. അതിന് വിഷമിപ്പിക്കാൻ വേണ്ടി, ജനങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി മന്ത്രിമാർ തരുന്നതൊന്നല്ല ഈ പ്രളയം. ഇതെല്ലാം എന്താ പറയുക, ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. നമ്മൾ ഈ എന്താ പറയുക, മഴയും പ്രളയവും കുഴപ്പം. അതുകൊണ്ട് നമ്മൾ മന്ത്രിമാരെയല്ല കുറ്റം പറയേണ്ടത്. ദൈവത്തോട് രണ്ട് കൈ എന്നിട്ട് പ്രാർത്ഥിക്ക്, അമ്മമ്മേ ഇനിയെങ്കിലും, ഇപ്പോഴും ഒരു പ്രളയം ഉണ്ടായി, അതുകൊണ്ട് ഇനിയെങ്കിലും പ്രളയവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മളെ വീടും കുടിയും സുരക്ഷിതമായിട്ട് അവിടെ തന്നെ നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളെ വീടുകളിലാണ് പല സൗകര്യങ്ങളും ഉണ്ടാകല്. പക്ഷേങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ആ ഉള്ള സൗകര്യത്തിന് നമ്മൾ സഹകരിക്കണം. അല്ലാണ്ട് നമ്മളെ വീട്ടിലെ അതേപോലത്തെ സൗകര്യങ്ങളൊന്നും ഒരിക്കലും ഒരു ക്യാമ്പിൽ ഒരാൾക്കും തരാൻ പറ്റില്ല. ഇത് എന്താണ് അവർ പറഞ്ഞത് ഈ പ്രതിസന്ധി? സത്യം പറഞ്ഞാൽ ഈ ക്യാമ്പ് തന്നെ പരാജയമാണ്. ഒന്നാമത് ഇന്നിപ്പോൾ രാവിലെ അവർക്ക് ബാത്റൂമിൽ പോകാൻ വെള്ളമില്ല. ഇതൊക്കെ വെള്ളമൊക്കെ എത്തിച്ചു. സാറ് പറഞ്ഞ പോലെ ഈ ക്യാമ്പ് തന്നെ പരാജയമാണ്. അതിന് പേരെന്നെ ഇട്ടിനെന്ന ദുരിതാശ്വാസ ക്യാമ്പ് എന്നാണ്, അല്ലാണ്ട് മറ്റുള്ള സുഖവാസ ക്യാമ്പ് എന്നല്ല ഇട്ടിന്. കൊടുക്കാൻ നിഷ്പ്രയാസമായിട്ട് കഴിയുന്നത്. ഇപ്പോൾ തന്നെ അതുപോലെ BP ക്കുള്ള ഗുളി അത് ഇന്നലെ വൈകിട്ട് പറഞ്ഞു. ഇതുവരെ വന്നിട്ട് കൈവച്ചേക്കോ, കൊടുത്തിട്ടില്ല. ഇവർ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ചാടി ഇറങ്ങി വന്നാൽ ഒരു സാധനം ഗുളിയൊന്നും എടുക്കാതെ. പക്ഷേ ഇതൊന്നും ഇവിടെ ക്രമീകരണമില്ല. ക്യാമ്പ് തീർത്തും പരാജയമാണ്. ഇപ്പോൾ സർക്കാർ സംവിധാനം ഇപ്പോൾ പൊളിയാണ്. ഇയാളെ സംസാരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലേ, ഇയാളൊരു പിണറായിസാന്നും വി.ഡി. സതീശൻ്റെ അല്ല, വെറും പിണറായിസാണ്. അപ്പം സർക്കാർ സംവിധാനം തന്നെ ഇപ്പം പൊളിയാന്നാണ് പറഞ്ഞത്. അത് അടിപൊളിയായിരിക്കും അല്ലേ, തല്ലിപ്പൊളിയല്ലല്ലോ. രാവിലെ ചില ക്യാമ്പിൽ വന്നിരുന്നു, പക്ഷേ പരിഹരിച്ചെന്നൊക്കെയാണ് മന്ത്രി പറയുന്നത്. മന്ത്രി പറഞ്ഞിട്ട് പോവല്ല, അത് ഇത് ജനപ്രതിനിധികൾ, കുറേ ജനപ്രതിനിധികളെ എടുത്തുകൊണ്ട് കാര്യങ്ങൾ നടന്നുള്ളൂ. അവർ പോയി വെല്ലോറയിൽ നിന്ന് മേടിച്ച് അവർ കൊടുത്താൽ, അല്ലാതെ ഇത് പിണറായി സർക്കാർ അധികാരത്തിലിരിക്കുന്ന സമയത്തും ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ ഇരിക്കുന്നവർക്ക് അന്നും ജനങ്ങൾ തന്നെയാണ് ഭക്ഷണമായാലും വസ്ത്രമായാലും എല്ലാ നാട്ടിൽ നിന്നും ശേഖരിച്ചിട്ട് എത്തിച്ചിന്. അല്ലാണ്ട് പിണറായി വിജയൻ നേരിട്ട് നിങ്ങൾക്ക് കൊണ്ടു തന്നിട്ടൊന്നുമില്ല. അന്നും ജനങ്ങളുടെ സഹകരണമാണ് ഉണ്ടായതിന്. ഇന്നും അതേ ക്യാമ്പിലേക്ക് ജനങ്ങളുടെ സഹകരണം തന്നെയാണ് ഉണ്ടാകുന്നത്. അതിന് നിങ്ങൾ മന്ത്രിമാരെയോ ഇപ്പോഴത്തെ ഭരണകൂടത്തിനോ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പ്രസിഡന്റ്, ഇവിടെ മരുന്ന് പോലും കിട്ടുന്നില്ല എന്നുള്ള പരാതി ഇരിക്കുന്നത്. ഇവിടെ ഗുളിക കിട്ടില്ലെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഇവിടാണ് ഹെൽത്തുകാർ, നിങ്ങൾ കണ്ടോണ്ടിരിക്കുകയല്ലേ, ഹെൽത്തുകാരല്ലേ നിൽക്കുന്നത്. ഹെൽത്തുകാർ ഫുൾ കോറത്തിൽ ഇവിടെ നിൽക്കുക. ഇത് ഹെൽത്തുകാർ. അപ്പോൾ ഈ കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ അവരവിടോട്ട് ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നാൽ മേടിച്ചാൽ പോരെ. അല്ലെ, അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്ന കാലതാമസം ഒന്നും കാണാതെ ഇന്നലെ തൊട്ട് എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഉണ്ട്. അതായത് ഇവരുടെ വീടുകൾ, ഈ പറഞ്ഞ ആൾക്കാരിരിക്കുന്ന വീടുകളിൽ രാവിലെ ഞാൻ ഉൾപ്പെടെ പോയി, അത് കഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തെ MLA ഉൾപ്പെടെ പോയി എല്ലാവരും മാറണമെന്ന് പറഞ്ഞു. ഞങ്ങൾ എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് ചോദിച്ചു. വേണ്ട, ഞങ്ങൾ സാധനങ്ങളെല്ലാം പറക്കി അടുക്കിക്കോളാമെന്ന് പറഞ്ഞു. ഞങ്ങൾ മാറിക്കോളാമെന്ന് പറഞ്ഞു. അതനുസരിച്ച് വാർഡ് മെമ്പർ കണ്ട്, ഇതാണ് വാർഡ് മെമ്പർ. നമ്മൾ ഈ ക്യാമ്പ് സജ്ജീകരണം ഇവിടെ വെളിച്ചം പോലും ഇല്ല. അപ്പോൾ ഒരു ജനറേറ്റർ സംവിധാനം ഇല്ല ഇവിടെ. ജനറേറ്റർ ഇന്നലെ രാത്രിയിലുണ്ട് ഇവിടെ, പ്രവർത്തിക്കുന്നില്ല. എവിടെ? ഫുൾ ടൈം പ്രവർത്തനമുണ്ട്. ജനറേറ്റർ ഇന്നലെ 7 മണിയായപ്പോൾ കൊണ്ടുവച്ചാണ് ഇന്ന് രാവിലെ വരെ. ഇപ്പോഴും ജനറേറ്റർ നിങ്ങൾക്ക് ലൈവായിട്ട് നോക്കാമല്ലോ.
എന്നൊക്കെ അവർ പറയുന്നത്. ഞാൻ പറയാം, ഇന്നലെ രാത്രിയിൽ 10:30 വരെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. നല്ല പ്രകാശമുണ്ട്. എല്ലാവരെയും കിടത്തി കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. കൊതുകടിയാന്ന് പറഞ്ഞതിന് കോയിൽ വാങ്ങിച്ചു കൊടുത്തു. അവരുടെ വീടുകളിൽ രാവിലെ 5 മണിയായപ്പോൾ ഞാൻ ചെന്നത്. ഞാൻ വാർഡ് മെമ്പറാണ്. ആ സമയത്ത് അവിടെ വെള്ളം കയറിയിട്ടില്ല. പിന്നെ ഒരു 7 മണി തൊട്ട് പെട്ടെന്നാണ് വെള്ളം കയറാൻ തുടങ്ങി. ചെന്നു, സാധനങ്ങളെല്ലാം മാറ്റാൻ പറഞ്ഞു. വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു. വണ്ടി വിളിച്ചു കൊടുത്തു. സാധനങ്ങൾ കൊണ്ട് സേഫായിട്ട് ഇടാനുള്ള സ്ഥലം ഒരുക്കി കൊടുത്തു. അതുപോലെ തന്നെ ക്യാമ്പും സജ്ജമാക്കി കൊടുത്തു. അപ്പം നിങ്ങളെല്ലാവരും കേട്ടില്ലേ, നേർക്കിപ്പം നമുക്ക് മനസ്സിലാകുന്നുണ്ട് അവർ എന്താ പറയുക, കഴിഞ്ഞ ഭരണകൂടത്തെ പൊന്തിച്ച് വെച്ചിട്ട് ഇപ്രാവശ്യത്തെ ഭരണകൂടത്തെ താഴ്ത്തി കെട്ടുന്നു. അപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് മനസ്സിലായില്ലേ. അപ്പം ഇതൊന്നല്ല വേണ്ടത്. നമ്മൾ പകയും വിദ്വേഷവും വൈരാഗ്യമൊന്നും വെച്ച് നിൽക്കേണ്ട ടൈമല്ല ഇപ്പം. അതുപോലെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് നിൽക്കേണ്ട സമയവുമല്ല. കഴിയുന്നതും എന്താ പറയുക, ദുരിതാശ്വാസ ക്യാമ്പിലേക്കെല്ലാം വരുമ്പോൾ സഹകരിക്കുക പരസ്പരം. അല്ലാതെ നിങ്ങൾ ഭരണകൂടത്തിന് മാർക്കിടുകയല്ല വേണ്ടത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എന്നും മനസ്സിലാക്കുക, നമ്മളെ വീട്ടിലുള്ള സൗകര്യം പോലെയൊന്നും ഒരിക്കലും ഒരു ക്യാമ്പിൽ നമുക്ക് സൗകര്യം തരാൻ പറ്റൂല. അതിന് നിങ്ങൾ മറ്റുള്ള എന്താ പറയുക, മുന്നത്തെ ഭരണത്തിന് നല്ലത് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ഭരണത്തിന് കുറ്റം പറയല്ല വേണ്ടത്.